ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ മലപ്പുറം കലക്ട്രേറ്റ് പടിക്കൽ എത്തിയതാണ്. മറ്റ് പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എത്തിയതാണ്. ഇതിനു മുമ്പേ കുറച്ച് ദിവസം മുമ്പേ ഞാനിവിടെ വന്നിരുന്നു. ഇവിടെ നമ്മുടെ ഈ കലക്ട്രേറ്റ് പടിക്കൽ കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ 838-ാം ദിനത്തിലാണ് ഇന്ന് ഇവിടെ ഇവർ ഈ സത്യാഗ്രഹവുമായി മുന്നോട്ട് പോകുന്നത്. കൃത്യമായിട്ടും സമൂഹത്തിൻ്റെ നന്മ മാത്രം കാക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തലമുറയെ ഈ മദ്യ ലഹരി വിമുക്തമാക്കാനും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമൊക്കെ നടത്തുന്ന ഇവരെ സത്യാഗ്രഹം കൃത്യമായും പൊതുസമൂഹത്തിന്, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മാതൃകയാക്കേണ്ട ഒരു പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഈ കേരള മദ്യനിരോധന സമിതിയുടെ പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ അവർകളാണ്. പ്രിയപ്പെട്ട പ്രസിഡൻറ്റ് നമ്മോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഏതായാലും കൃത്യമായും സമൂഹ നന്മക്ക്, അതിനേക്കാളുപരി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നടത്തുന്ന ഈ ഒരു സത്യാഗ്രഹം സമരം കൃത്യമായും അത് എല്ലാവരിലേക്കും എത്തേണ്ടതും ഇതിനായി എല്ലാവരുടെയും, സാധാരണക്കാരുടെയും പൊതുപ്രവർത്തകരുടെയും എല്ലാവരുടെയും പിന്തുണയും അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൽ പ്രിയപ്പെട്ട പ്രസിഡൻറ്റിന് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. പ്രിയങ്കരനായ പ്രസിഡൻറ്റ്, പ്രിയപ്പെട്ട പ്രസിഡൻറ്റ് നമസ്കാരം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? സുഖം തന്നെ. നമുക്ക് നമ്മുടെ ഇന്നത്തെ ചർച്ചയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യമായി നിങ്ങളോട് ചോദിക്കുന്നത്, ഇന്ന് താങ്കളുടെ ഈ സമരം, സത്യാഗ്രഹ സമരം 838-ാം ദിവസമായല്ലോ. എന്താകും ഇതിൻ്റെ ഒരു പര്യവസാനം എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സുഖപര്യവസായി ആകണമെന്നാണ്. അതായത് ഇത് പൂർണ്ണ വിജയം എന്ന് പറയുന്നത് ഒരു കാര്യത്തിനും ഒരിക്കലും ഉണ്ടാകാറില്ലല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തന്നെ പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്ന് ഗാന്ധി പറഞ്ഞല്ലോ. പല കോണുകളുണ്ടല്ലോ, പല മാനങ്ങളും. ഇപ്പോൾ ഞങ്ങൾ വിജയത്തിലാണ്. അതായത് സമൂഹം ഈ സമരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. മലപ്പുറം ജില്ല വിശേഷിച്ചും മനസ്സിലാക്കി. ഞങ്ങൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 8 ദിവസത്തെ വാഹനജാഥ മലപ്പുറത്ത് നടത്തി. താലൂക്കുകളിലൊക്കെ, മലപ്പുറത്ത് മുഴുവൻ താലൂക്കുകളിൽ നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന LDF-നെ തിരുത്തുകയെന്നാണ്. ആ ജാഥയുടെ ഫലമായി നല്ല അവയർനെസ് ഉണ്ടായി. ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പൊതുയോഗം നടത്താൻ. ഇപ്പൊ സമയമില്ല. രാഷ്ട്രീയ ഇടപെടലിന് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച പോലെ ചില പഞ്ചായത്തുകൾ ഞങ്ങൾ ഇടപെടുന്നുണ്ട്. അപ്പോൾ സത്യാഗ്രഹത്തിന്റെ ഒന്നാമത്തെ വിജയം ജനങ്ങൾ ഇത് സ്വീകരിക്കുന്നുള്ളതാണ്. രണ്ടാമത്തെ വിജയം നമ്മൾ ആവശ്യപ്പെടുന്ന പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിൽ നിന്ന് KT ജലീൽ മന്ത്രി 2017 റംസാൻ കാലത്ത് അട്ടിമറിച്ച പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുടെ മദ്യനിരോധന അധികാരം പുനഃസ്ഥാപിച്ച് കിട്ടണം. അതുപോലെ ഇളം തലമുറ ലഹരിയിൽ പെട്ടുപോകാതിരിക്കാൻ അവരുടെ പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണം. LP ക്ലാസ് മുതലേ. അതുമാത്രമാണ് അതിന് വഴി. മറ്റ് ചങ്ങലയും ഓട്ടവും നടത്തവും ചണ്ടമുട്ടലും കഥ പറയലും കഥാപ്രസംഗവും പാട്ടും കൊണ്ടൊന്നും കാര്യമില്ല. അതൊരു ഓർമ്മിപ്പിക്കലാവും. അടിസ്ഥാനപരമായി പുസ്തകങ്ങളിൽ ഭാഗം വരും, പ്രൈമറി തലം തൊട്ട്. അപ്പോൾ അത് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഈയിടെ നമ്മുടെ പ്രിയപ്പെട്ട VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 1 ഞങ്ങളുടെ വാർഷികാഘോഷ ദിനത്തിൽ വന്നിട്ട് 47-ാം വാർഷികാഘോഷ ദിന കേരള മദ്യനിരോധന സമിതി ആ സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തി. UDF അധികാരത്തിൽ വന്നാൽ പഞ്ചായത്തിന്റെ അധികാരം, മദ്യനിരോധന അധികാരം തിരിച്ചു തരും. പാഠപുസ്തകങ്ങളിൽ ഈ പാഠ്യഭാഗങ്ങൾ ചേർക്കും കുട്ടികൾക്ക് വേണ്ടി. അതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രതിപക്ഷ നേതാവിലാണ് നമുക്ക് പ്രതിപക്ഷ നേതാവിലും UDF-ലുമാണ് കുട്ടിയും മനസ്സിലാണ്. പ്രതിപക്ഷ നേതാവ്
പി.ഡി. സതീശൻ, ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവരുടെ ആ ഒരു പ്രതീക്ഷയിൽ പ്രത്യേകിച്ച് UDF-ന്റെ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതെ. അപ്പോൾ വിജയിക്കുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ട്? ഉണ്ട്, നിശ്ചയമായും ഉണ്ട്. കാരണം ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിസ്വാർത്ഥവും നിർമ്മലവുമായി നടത്തുന്ന ഏത് പരിപാടികൾക്കും പരീക്ഷണങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാവും. ഞങ്ങളത് വിശ്വസിക്കാം. ആയിക്കോട്ടെ. അടുത്തതായി നമുക്ക് പ്രിയപ്പെട്ട പ്രസിഡന്റിനോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഈ സമരം ഇങ്ങനെ ആളുകൾ കുറയുന്നത്, ഈ സമരത്തിനിങ്ങനെ പിന്തുണ കുറയുന്നതെന്ന് എന്താണ് പ്രസിഡന്റിൻ്റെ അഭിപ്രായം? പിന്തുണ കുറയുന്നതെന്ന് പറഞ്ഞുകൂടാ, പിന്തുണ വേണ്ടത്ര ആകുന്നില്ല, കൃത്യമായി പരിഗണന ലഭിക്കുന്നില്ല. ഇല്ല. അതിൻ്റെ കാരണം സമൂഹത്തെ നയിക്കുന്നത് രണ്ട് കക്ഷികളാണ്, രണ്ട് പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഒന്ന് മതപ്രസ്ഥാനങ്ങൾ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇപ്പം കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ മുന്നണി ഈ സമരത്തിനും മദ്യനിരോധന ആശയത്തിനും പൂർണ്ണമായി എതിരാണ്, എന്നും എതിരാണ്. മദ്യം പരമാവധി ജനങ്ങളെ കുടിപ്പിച്ച് തകർക്കുക എന്നുള്ള അവരുടെ ഉദ്ദേശം. പ്രതിപക്ഷ മുന്നണിയാണ് മറ്റൊന്ന്. പ്രതിപക്ഷ മുന്നണി അവരുടെ പ്രവർത്തകരോടൊക്കെ പറയണ്ടേ ഈ സമരത്തിൻ്റെ കൂടെ നിൽക്കണം, ഇങ്ങോട്ട് വരണം എന്നൊക്കെ. ചില കക്ഷികളിൽ ചില ആളുകളൊക്കെ വ്യക്തിപരമായി എന്നും പിന്നെ ചിലരൊക്കെ സംഘടനാപരമായി അല്പം സ്വല്പം വന്നു പോകുന്നു. പിന്നെ മതങ്ങളാണ് മനുഷ്യരാശിയെ ധാർമ്മികതയിലേക്ക് കൊണ്ടുപോകേണ്ടത്. പക്ഷേ മതങ്ങളൊന്നും വേണ്ടത്ര പരിഗണനയും പ്രാധാന്യവും സമരത്തിന് കൊടുക്കുന്നില്ല. മത അനുയായികളോട് ഇസ്ലാം, ഹിന്ദു, ക്രിസ്ത്യാനി ഇവരൊക്കെ പറയണ്ടേ ഈ സമരം ധർമ്മത്തിന് വേണ്ടിയുള്ള സമരമാണ്, തീർച്ചയായും ആത്മാവിൻ്റെ മാർഗത്തിന് വേണ്ടിയുള്ള സമരമാണ്, ദീനിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ജിഹാദാണ് എന്നൊക്കെ പറയണ്ടേ. പൊതുസമൂഹത്തിന് വലിയ മുന്നേറ്റം നടത്താവുന്ന ഒരു മേഖലയാണ്. അവർ പറയുന്നില്ല എന്നേ ഉള്ളൂ, പറയില്ല എന്നില്ല. യെസ്. ഓക്കെ. എന്തുകൊണ്ടാണ് സമരം മലപ്പുറത്ത് തന്നെ വരുന്നത്? ഇത് ഞാൻ പലതവണ പത്രക്കാരോടും മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന കമ്മിറ്റി ഒരു ജനറൽ കൗൺസിൽ ചേർന്നു, അതിൻ്റെ എക്സിക്യൂട്ടീവ് ചേർന്നു, സെക്രട്ടേറിയറ്റ് ചേർന്നു. ഞങ്ങളൊരു സമരം ആത്യന്തികമായി ഈ അധികാരം തിരിച്ചു കിട്ടാൻ വേണ്ടി ആത്യന്തികമായൊരു സത്യാഗ്രഹം ആവശ്യമാണെന്ന് കണ്ടു, തീരുമാനിച്ചു. അത് ഏത് ജില്ല ഹോസ്റ്റ് ചെയ്യും, ഏത് ജില്ല അത് സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആദ്യമായി മലപ്പുറമാണ് തയ്യാറായത്. അതുകൊണ്ടാണ് മലപ്പുറത്ത് വന്നത്. ഒരു കാരണം കൂടിയുണ്ട്, മലപ്പുറത്ത് നിന്നാണ് മന്ത്രി KT ജലീൽ ഈ അധികാരം അട്ടിമറിച്ചത്. മറ്റൊരു കാരണം, മലപ്പുറത്ത് നിന്നാണ് നായനാർ അട്ടിമറിച്ച അധികാരം ഞങ്ങൾ തിരിച്ചു പിടിച്ചത്. വേറൊരു കാരണം, ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണമെന്നും ധാർമ്മികതയിൽ സമൂഹത്തെ കൊണ്ടുപോകണമെന്നും ചിന്തയുള്ള ഒരു മതവിഭാഗത്തിലെ ഏറെ ആളുകൾ മലപ്പുറത്തുണ്ട്. അതൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷ. മദ്യത്തിനെതിരെ അതികർശനമായി അവസാനമായി ശാസനകളും താക്കീതുകളും നൽകിയത് ഇസ്ലാമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, ഖുർആനാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഖുർആൻ വായിക്കപ്പെടുന്നത് മലപ്പുറത്താണ്. അതുകൊണ്ട് മലപ്പുറത്ത് ഈ സമരത്തിന് പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. അതും ഒരു കാര്യം. ഓക്കെ. നിങ്ങളെ ഈ സമരം മലപ്പുറം സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ വേറെ എവിടെയെങ്കിലും നിലവിൽ നടക്കുന്നുണ്ടോ? ഉണ്ട്. ആലപ്പുഴയിൽ ഒരു സമരം നടക്കുന്നുണ്ട്, ആലപ്പുഴ കലക്ട്രേറ്റ് ഗേറ്റിൽ, ഇതേ ആവശ്യത്തിൽ. എത്ര ദിനമായി? അതിപ്പോൾ 475ഓളം ദിവസമായിട്ടുണ്ട്. അവിടെ ആരാണ് അതിന് നേതൃത്വം നൽകുന്നത്? അവിടെ നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൈമൾ കരുമാടി എന്ന് പറയുന്ന BR കൈമൾ കരുമാടി, അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് അവിടെ മുഖ്യ നേതൃത്വത്തിലുള്ളത്. ഇവിടെ അതേപോലെ തന്നെയാണ് നമ്മുടെ മഹിളാ വിഭാഗത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട പ്രസിഡന്റിന്റെ ഭാര്യ കൂടിയായ പത്മിനി ടീച്ചറും കൂടിയാണ് ഈ സമരത്തിന് നിങ്ങളോടൊപ്പം ഉള്ളത്. ഇതുപോലൊരു സമരം കോഴിക്കോട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന കോർഡിനേറ്റർ പ്രൊഫസർ TM രവീന്ദ്രന്റെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി മദ്യനിരോധന മഹിളാവേദി സംസ്ഥാന അധ്യക്ഷ പ്രൊഫസർ OJ ചിന്നമ്മയുടെയും മുൻകൈയിൽ ഒരു സത്യാഗ്രഹം ആരംഭിക്കണമെന്നുണ്ട്. അത് നടക്കുമായിരിക്കും ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. എല്ലായിടത്തും ദമ്പതിമാർ തന്നെയാണല്ലോ, അങ്ങനെ ഒരു പൊതു സ്വഭാവം അതിനോട്. അതിന്റെ കാര്യം, ദമ്പതിമാർ സമാന മനസ്കരാണെങ്കിൽ ആ ദാമ്പത്യം സന്തോഷപൂർണമായിരിക്കും. ഒന്ന്. പിന്നെ ഭർത്താവിൻ്റെ കർമ്മത്തിൽ ധർമ്മത്തിൽ സഹകരിക്കുന്നവരാണ് സഹധർമ്മിണി. സഹധർമ്മിണിയുടെ ഇച്ഛയും ആഗ്രഹം അനുസരിച്ച് പെരുമാറുന്നവരാണ് ഉത്തമനമായ ഭർത്താവ്. ഇത് രമ്യതയിലെത്തുമ്പോൾ ദാമ്പത്യം സുഖകരമായിരിക്കും. അവർ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും സമർപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളെ കുടുംബത്തിൽ മറ്റു മക്കൾ ഇവരൊക്കെ
പൂർണ്ണമായി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പിന്തുണ നൽകുന്നവരാണല്ലോ എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതെ അതെ അതെ, രണ്ടാള് അധ്യാപകരാണ്, ഡോക്ടറേറ്റുള്ള അധ്യാപകരാണ്. ഒരാൾ ഹയർ സെക്കൻഡറി, ഒരാൾ ഹൈസ്കൂള്. ഇളയവന്റെ ഭാര്യ ഡോക്ടറേറ്റുള്ള അധ്യാപികയാണ്, കോളേജ് പ്രൊഫസറാണ്. മൂത്തവന്റെ ഭാര്യ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്. അവരുടെ മക്കളും അവരും പൂർണ്ണമായി ഈ സത്യാഗ്രഹത്തോടൊപ്പമാണ്. അടുത്ത ദിവസം ഇവിടെ വന്നിട്ടുണ്ട് മൂത്തവന്റെ ഭാര്യ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു? പ്രഖ്യാപിക്കല്ല, പിന്തുണ നൽകി മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, കുടുംബത്തിൽ നിന്നാണ് നമുക്ക് ഇതിന് വേണ്ട ഒരു പ്രചോദനം നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അത് കൃത്യമായി സാറിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടു. ഏതായാലും സന്തോഷം. ഊർജവും. പിന്നെ താങ്കൾ പറയാറുണ്ടല്ലോ മതങ്ങൾ ഇടപെടണമെന്ന്. മതങ്ങൾക്ക് ഇതിലെന്താണ് ഇതിന് കാര്യമെന്നാണ് പ്രിയപ്പെട്ട പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മതങ്ങളാണ് മാനവരാശിയെ നന്മയിലേക്കും ധർമ്മത്തിലേക്കും കൊണ്ടുപോകുന്നത്. ഭാരതത്തിലെ പ്രധാനപ്പെട്ട മതമാണല്ലോ ഹിന്ദുമതം. ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയുള്ള നിലകൊള്ളുകയാണ് ഹിന്ദു. അതാണ് ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഹിംസാം ദുയതേ ഇത് ഹിന്ദു. ഹിംസയിൽ ദുഃഖിക്കുന്നവനാണ് ഹിന്ദു. ഏറ്റവും അധികം ഹിംസ അനുഭവിക്കുന്നത് സമൂഹത്തിലാരാ? പെണ്ണാണ്. അത് ശിശുവാണ്, ബാലികയാണ്, കുമാരിയാണ്, യുവതിയാണ്, ഭാര്യയാണ്, അമ്മയാണ്, അമ്മൂമ്മയാണ്, അമ്മായിയാണ്. അത് സഹിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പുരുഷൻ്റെ മദ്യപാനം തൊട്ടുള്ള മറ്റ് ലഹരികളുടെ ശീലം തന്നെയാണ്. അപ്പം മാത്രമല്ല, ഹിന്ദു എന്ന് പറയും, ഹിന്ദു മുറുകെ പിടിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഗീതയിൽ പറയുന്ന എന്തിനാണ് അർജുന ഞാൻ ഈശ്വരൻ ഇങ്ങനെ അവതരിക്കുന്നത്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. എവിടെയാണോ ധർമ്മം നശിക്കുന്നത് അർജുന, അവിടെ അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനാം സൃജാമ്യഹം. അധർമ്മം അഭ്യുത്ഥാനം ചെയ്യുമ്പോൾ ഞാൻ ജനിക്കുന്ന എന്തിനാ? ഈ ധർമ്മരക്ഷയ്ക്കാണ്. മനസ്സിലായില്ലേ? എവിടെയാണ് ധർമ്മം നശിക്കുന്നത് അവിടെ ധർമ്മം രക്ഷിക്കാനാണ് അർജുന ഞാൻ ജനിക്കുന്നത്. ധർമ്മവും അധർമ്മവും തിരിച്ചറിയുന്നത് തലച്ചോറ് കൊണ്ടാണ്. ആ തലച്ചോറാണ് മദ്യവും മറ്റ് ലഹരികളും കൊണ്ട് തകർന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ഖംറ് എന്ന പേര് കൊടുത്തത്, ബുദ്ധിയെ മറയ്ക്കുന്നത്. മനസ്സിലായല്ലോ? മാത്രമല്ല, തിന്മകൾ ചെയ്യാൻ ബുദ്ധി നേരെയല്ലാത്തപ്പോഴല്ലേ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് എല്ലാ തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയുമാണ് എല്ലാ തിന്മകളുടെയും താക്കോലും. ഇനി ക്രിസ്ത്യാനി പഠിപ്പിച്ച ആത്മാവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുക, ദീനിയായി ജീവിക്കാമെന്ന് ഇസ്ലാം പറഞ്ഞ പോലെ ആത്മാവിന്റെ മാർഗത്തെ തകിടം മറിച്ച് ശരീരജന്യമായ പ്രലോഭനങ്ങളിൽ എത്തിക്കുന്നത് സാത്താനിക് പ്രഭാവമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് മദ്യം. അതുകൊണ്ട് ബൈബിളിൽ തന്നെ 64 സ്ഥലങ്ങളിൽ ലഹരിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ക്രിസ്ത്യാനികൾ കേട്ടൊരു വാചകമുണ്ട്, തിന്മകളുടെ മൂർത്തികളെ അടിച്ചുടയ്ക്കുക, നന്മകളുടെ രൂപങ്ങളെ പ്രതിഷ്ഠിക്കുക. എന്തായാലും അർത്ഥം? തിന്മകളെ കൈകൊണ്ട് ചെറുക്കുക. റസൂലിന്റെ വചനം ഓർക്കണം അല്ലേ? അതിന് സാധിക്കാത്ത, അതിന് ഈമാനില്ലാത്തവർ വാക്കുകൊണ്ട് തടയുക, അതിനും ഈമാനില്ലാത്തവർ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും. അപ്പം 3 മതങ്ങളും അധർമ്മത്തിനെതിരാണ്. ഇനി ധർമ്മം നിലനിൽക്കണമെങ്കിൽ കൃഷ്ണൻ പറഞ്ഞ ധർമ്മവും ബൈബിൾ പറഞ്ഞ ധർമ്മവും ഖുർആനും റസൂലും പറഞ്ഞ ദീനും നിലനിൽക്കണമെങ്കിൽ തലച്ചോറ് നേരെ നിൽക്കണം. ആ തലച്ചോറിനെ തകിടം മറിക്കുന്ന മദ്യത്തിനെതിരെ മതബോധമുള്ള വിശ്വാസികളായ മതനേതാക്കൾ അനുയായികളോട് ആഹ്വാനം ചെയ്യണം. അതാ പറഞ്ഞില്ല. ഓക്കെ മനസ്സിലായി. അടുത്തതായി നമുക്ക് പ്രസിഡന്റിന് ചോദിക്കാനുള്ള, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി നിങ്ങൾ ഇടപെടുന്നത് ശരിയാണോ എന്നുള്ളൊരു അഭിപ്രായമാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്താണ് നിങ്ങളുടെ ഈ സമരത്തോട് നമ്മൾ അനുഭവം പ്രകടിപ്പിച്ച് നിങ്ങളോട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ അഭിപ്രായം കൂടി നമുക്കൊന്ന് പൊതുജനങ്ങൾക്കൊന്ന് പറയാൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടപെടുന്നത് എന്താണ്? ഞങ്ങൾ പറഞ്ഞത് LDFനെ തിരുത്താൻ, LDFനെ തിരുത്തണമെങ്കിൽ അവർക്ക് വോട്ട് കുറയണം. വോട്ട് കുറയണമെങ്കിൽ അവർക്ക് ചെയ്ത് ശീലിച്ചവർ ഇനി LDFന് ചെയ്യരുത്. അങ്ങനെ വോട്ട് കുറഞ്ഞാൽ അവർ പര്യാലോചിക്കും, എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു. ഞങ്ങൾ കഴിഞ്ഞ 5 ഉപതെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിട്ടുണ്ട്. തൃക്കാക്കര ഇടപെട്ടു, പുതുപ്പള്ളി ഇടപെട്ടു, ചേലക്കര ഇടപെട്ടു, പാലക്കാട് ഇടപെട്ടു, നിലമ്പൂർ ഇടപെട്ടു. എല്ലായിടത്തും ഗംഭീരമായ പരിവർത്തനങ്ങൾ, പ്രതികരണങ്ങൾ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. അതും ഇതാണ് മുദ്രാവാക്യം. അതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഇടപെടുന്നു. LDF തോൽക്കണം, തോറ്റാൽ അവർ കണ്ണുമിഴിക്കും. എന്തുകൊണ്ട് തോറ്റു? മദ്യനയം നമുക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചു.
അവർ കണ്ണു തുറന്നാൽ സർക്കാർ കണ്ണു തുറക്കും. സർക്കാർ കണ്ണു തുറന്നാൽ രാഷ്ട്രീയമായ നിയമങ്ങളുണ്ടാകും. രാഷ്ട്രീയമായ തീരുമാനങ്ങളിലാണ് മദ്യനിരോധനം സംഭവിക്കുകയുള്ളൂ. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ. ഞങ്ങളുടെ പൊന്നാര്യൻ മദ്യനിരോധനമാണ്. അതിന് ഈ ജനാധികാരം കൊയ്തെടുക്കണം. തീർച്ചയായും മദ്യനിരോധന സമിതി ഏത് മുന്നണിയുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. രാഷ്ട്രീയമായി നമ്മളെ ഈ സമയത്ത് ചോദിക്കുമ്പോൾ അത് പ്രാധാന്യമുണ്ട്. ഞങ്ങൾ നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരാണ്. അതിന്റെ ഫലം ഒരുപക്ഷെ UDF-ന് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല എന്നൊക്കെ ഇടതുപക്ഷ അധികാരത്തിൽ വന്നിട്ടുണ്ട് അന്നൊക്കെ മദ്യത്തിലിട്ട് തകർക്കുകയാണ് നാടിനെ. EMS ആദ്യം സപ്തകക്ഷി മുന്നണി വന്നപ്പോഴാണ് മദ്യനിരോധനം എടുത്തു കളഞ്ഞത്. പിന്നെ EMS ഗൗരി അമ്മയാണ് വിദ്യാലയ ദേവാലയ ശ്മശാനങ്ങളുടെ ദൂരപരിധി ലംഘിച്ചു മദ്യഷാപ്പ് ആകാമെന്ന് പറഞ്ഞത്. പിന്നീട് നായനാരാണ് പഞ്ചായത്ത് രാജിലെ നിയമം എടുത്തു കളഞ്ഞത്. അത് ഞങ്ങൾ തിരിച്ചു പിടിച്ച് അത് അട്ടിമറിച്ചത് LDF-ന്റെ പഞ്ചായത്ത് മന്ത്രി KT ജലീലാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ബാറുകളല്ല തുറക്കുക സ്കൂളുകളാണെന്ന് പറഞ്ഞവർ ഇപ്പം 2 കൊല്ലം കൊണ്ട് 200 ചില്ലാന സ്കൂളുകൾ അടപ്പിച്ചതിൻ്റെ മറുപടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ രാധാകൃഷ്ണൻ MP-ക്ക് പാർലമെന്റ് കൊടുത്തിട്ടുണ്ട്. 201 സ്കൂള് അടച്ചുപൂട്ടി. പകരം 29 ബാറുള്ള കേരളത്തിൽ ഇപ്പം 945 ബാറായി. ഒരു ബാറുണ്ടായിരുന്ന മലപ്പുറത്ത് ഇപ്പം 32 തുറന്നു, 3 അടുത്തുകൂടി തുറക്കുന്നു. അതുകൊണ്ട് എന്നൊക്കെ LDF അധികാരത്തിൽ വന്നോ അന്ന് മദ്യത്തിലിട്ട് കേരളത്തെ മുക്കിയതാണ്. എന്നൊക്കെ UDF അധികാരത്തിൽ വന്നോ അന്നൊക്കെ മദ്യനിരോധന സമിതിയുടെയും മദ്യവിരുദ്ധ കേരളത്തിൻ്റെയും മനസ്സിൻ്റെ കൂടെ നിന്നിരുന്നു. തീർച്ചയായും UDF-ൽ വല്ല പ്രതീക്ഷയും ഉണ്ടോ എന്നാണ് അടുത്ത നമുക്ക് ചോദിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണ്ട് ഈ അധികാരം പിടിച്ചു തന്നത് കുഞ്ഞാലിക്കുട്ടിയും DM സുധീരനും ET മുഹമ്മദ് ബഷീറുമാണ്. അത് വ്യക്തിപരമായ താല്പര്യത്തിലല്ല, അവരുടെ പാർട്ടിയുടെ ലൈനായിരുന്നു. അതുകൊണ്ട് ഇനിയും UDF തിരിച്ചു വന്നാൽ ഈ അധികാരം തരുമെന്ന് നേരത്തെ പറഞ്ഞ VD സതീശൻ്റെ പ്രഖ്യാപനമുണ്ട്. പാഠപുസ്തകങ്ങൾ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല UDF-ന്റെ സകല നേതാക്കളും മലപ്പുറത്ത് വന്നാൽ നമ്മുടെ പന്തലിൽ വരാറുണ്ട്. ഓരോറ്റ LDF-കാരൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പം ഞങ്ങൾ ആരോട് സ്നേഹം കാണിക്കണം? തീർച്ചയായും UDF-നോടാണ് നിങ്ങൾ ഓക്കെ. അടുത്തത് LDF-നെ തിരുത്തുക എന്ന് പറയുമ്പോൾ അവരുടെ ശത്രുതയും പകയും നിങ്ങളോടുണ്ടാകില്ലേ? അതുണ്ടാകരുതല്ലോ. കാരണം അവർ DYFI-ക്കാരുടെ പതാകയിൽ എന്താ ജനാധിപത്യം സോഷ്യലിസം മതേതരത്വമൊക്കെയല്ലേ. ജനാധിപത്യം ആ DYFI-ക്കാരൻ മുതിർന്നല്ലേ ഇപ്പം LDF-കാരനായത് വലിയ. അങ്ങനെ ഞങ്ങൾക്ക് അവർക്ക് ആർക്ക് വോട്ട് തരണമെന്ന് അവർക്ക് പറയാൻ അധികാരമുണ്ടോ? അവർക്ക് വോട്ട് കൊടുക്കണമെന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ലേ? ഞങ്ങളോട് വിരോധവും പകയും വെക്കരുത്. ഞങ്ങൾ മാന്യമായി സത്യസന്ധമായി വസ്തുനിഷ്ഠമായി സഭ്യേതരമല്ലാത്ത ഒരു കാര്യവും പറയാത്തവരല്ലേ. പിന്നെ അവരെന്തിന് വിദ്വേഷവും പകയും വെക്കുന്നുണ്ട്? ഒരു പക്ഷേ വെക്കുന്നുണ്ടെങ്കിൽ വെക്കുന്നവർക്ക് അത് രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ പ്രതികരണമാകാം. ഒരിക്കലും അത് ചെയ്യരുത് അവർ. അടുത്തത് നമുക്ക് പ്രസിഡന്റിനോട് ചോദിക്കാനുള്ളത്, LDF സർക്കാർ കേരളത്തെ അധർമ്മത്തിൽ ആഴ്ത്തുകയാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, എന്തുകൊണ്ടാണത് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ധർമാധർമ്മങ്ങളെ തിരിച്ചറിയുന്ന തലച്ചോറ് കൊണ്ടാണ്. ആ തലച്ചോറിനെ തകർത്ത് ഈ ഗവൺമെൻറ് 29 ബാറുകളുടെ സ്ഥലത്ത് 945 ആക്കി എന്ന് പറഞ്ഞാൽ 33 ഇരട്ടി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 33 ഇരട്ടി ആളുകളെ കുടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 33 ഇരട്ടി കൊലപാതകങ്ങൾ നടന്നു, 33 ഇരട്ടി ബലാത്സംഗങ്ങൾ നടന്നു, 33 ഇരട്ടി റോഡ് അപകടങ്ങൾ നടന്നു, 33 ഇരട്ടി ഗാർഹിക പീഡനങ്ങൾ നടന്നു, 33 ഇരട്ടി ഡിവോഴ്സ് നടന്നു. ഇതൊക്കെ അധർമ്മമല്ലേ? അതുകൊണ്ട് ഈ ഗവൺമെൻറ് മദ്യം കൊടുത്ത് ഈ സംഭവങ്ങൾക്ക് പിറകിലെ മഹാഭൂരിപക്ഷമായ കാരണവും മദ്യവും മറ്റു ലഹരികളല്ലേ. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റാണ് രാജ്യത്തെ അധർമ്മത്തിൽ മുക്കുന്നത്. അതിനെതിരെ മത നേതാക്കളാണ് സംസാരിക്കേണ്ടത്. തീർച്ചയായും LDF യഥാർത്ഥത്തിൽ മദ്യവർജനമല്ലേ പറഞ്ഞത്, മദ്യനിരോധനമല്ലല്ലോ. അതവർ പ്രചരിപ്പിക്കുന്ന ഒരു കള്ള കഥയാണ്. LDF പറഞ്ഞതെന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചു കൊണ്ടുവരുന്ന നടപടികളായിരിക്കും സ്വീകരിക്കുക. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താ? ഘട്ടം ഘട്ടമായ മദ്യനിരോധനമാണ്.
ഇത് കരുണാകരൻ ഭരിക്കുമ്പോൾ 95 ഫെബ്രുവരി 5 ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ ഇറക്കിയതാ. എന്ത്? ഗവൺമെൻറ് പോളിസി ടോട്ടൽ ഇറാഡിക്കേഷൻ ഓഫ് ലിക്കർ എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായ മദ്യനിരോധനമാണ് സർക്കാരിൻ്റെ പോളിസി എന്ന് കരുണാകരൻ ഇറക്കിയ ഓർഡറായത്. ഇവരിപ്പോൾ എന്താ പറയുന്നത്? മദ്യത്തിന് ലഭ്യതയും ഉപയോഗവും കുറച്ചു കൊണ്ടുവരും, ബോധവൽക്കരണത്തിലൂടെ ലഹരി മുക്തമായ കേരളം സൃഷ്ടിക്കുന്നല്ലേ. അതല്ലേ ഘട്ടം ഘട്ടമായ മദ്യനിരോധനം. എന്നിട്ട് അവർ കളവ് പറയാ. ഞാൻ വർജനം എന്നൊരു വാക്കേ പറഞ്ഞിട്ടില്ല. മാത്രമല്ല വർജനം കമ്മ്യൂണിസ്റ്റുകാരന് പറയാൻ പാടില്ല. കാർൽ മാർക്സ് അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോ പറഞ്ഞിട്ടുണ്ട്. എന്താ? പണിമുടക്ക് പൊളിപ്പന്മാർ, കരിങ്കാലികൾ, മദ്യവർജന ഭ്രാന്തന്മാർ, അതുപോലെ തൊഴിലാളി വർഗത്തിന്റെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നവർ, ഇവരൊക്കെ ബൂർഷ്വാ സോഷ്യലിസത്തിന്റെ ഏജന്റുമാരാണ്. പിന്നെ ഇവരെങ്ങനെയാ മദ്യവർജനം പറയുക? തന്നെയുമല്ല, ഇത് 2016 മാനിഫെസ്റ്റോയിലും 2021 മാനിഫെസ്റ്റോയിലും ആവർത്തിച്ചതാ. ഞങ്ങൾ വന്നാൽ തുറക്കുക ബാറുകളല്ല സ്കൂളുകളായിരിക്കും. നിലവിലുള്ളതിനേക്കാൾ അധികം ഒരു തുള്ളി മദ്യം പോലും കൊടുക്കുകയില്ലെന്ന് മരണമടഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാ. നമുക്ക് കേരളത്തിലെ മനസ്സിലുണ്ട്. 2 സിനിമാ നടനെയും നടിയെയും വെച്ച് പറച്ച് അവർ പറയിപ്പിച്ചില്ലേ? എന്ത്? പിന്നെ നുണ പറയുന്നവരെ വിശ്വസിക്കരുത്, അത് UDF കൊണ്ടാ. ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകും. ഇപ്പൊ എന്ത് ശരിയാകി? ബാറിൽ മദ്യത്തിൽ മുങ്ങിക്കേറണം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നാടാകെ മദ്യമൊഴുക്കി കുടുംബം തകർത്ത് LDF വോട്ട് കൊടുക്കരുത്. കൃത്യമായും അതൊരു മുദ്രാവാക്യം തന്നെയാണ്. അതെ. അടുത്തത് എക്സൈസ് മന്ത്രിയെ പറ്റി മദ്യനിരോധന സമിതി വല്ലാതെ പറയാറുണ്ടല്ലോ, അത് ശരിയാണോ? അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ, DYFIക്കാരൻ. DYFI എന്ന് പറഞ്ഞാൽ വലിയ ഇടതിൻ്റെ ഇടതാന്നാ പറയുന്നത്. ഈ ഇടതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ? മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഇടതുഭാഗത്ത് ഒരു പ്രത്യേക കോശ വ്യവസ്ഥയുണ്ട്. അതാണ് വിപ്ലവ ചിന്തയും സാഹസികതയൊക്കെ മനുഷ്യനിലുണ്ടാക്കുക. ആ ഇടത്താണെങ്കിൽ ഇദ്ദേഹം പ്രതിവിപ്ലവ ചിന്തയായ മദ്യത്തിലൂടെ ജനങ്ങളെ കൊണ്ടുപോകാവുള്ളൂ. മാത്രവുമല്ല, അദ്ദേഹത്തോട് ഞങ്ങൾക്ക് നീരസം വന്നത് കുടുംബസമേതം കയറി വരാവുന്ന സ്ഥലമാക്കി ഷാപ്പുകളെ മാറ്റുമെന്നാണ്. മോളും ഭാര്യയും മോനും അച്ഛനും എല്ലാം കൂടി ഈവനിങ് ടീ കഴിക്കാൻ ഷാപ്പ് പോകും. സംസ്കാര ബോധമുള്ള ഒരു മന്ത്രി പറയാമോ ഇത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭരണഘടന പരിശോധിച്ചാൽ കുടിക്കുന്നവൻ പണിമുടക്ക് പൊളിപ്പന് തുല്യമാണ്. കുടിക്കുന്നവൻ വിശ്വാസലംഘകനാണ്. പണിമുടക്ക് പൊളിപ്പൻ എന്നുള്ള കരിങ്കാലി. കുടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ വിശ്വാസലംഘകനാണ്, ചതിയൻ. കുടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ സാമൂഹ്യ മര്യാദയില്ലാത്തവനാണ്, റൗഡിയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടനാ വകുപ്പ് പരിശോധിച്ചാൽ മദ്യപാനം കമ്മ്യൂണിസ്റ്റുകാരന് പാടില്ല. എന്നിട്ട് അതിൻ്റെ ഒരു മന്ത്രി പറയാ മക്കളെയും കൂട്ടി കുടുംബസമേതം വരാവുന്ന സ്ഥാപനമാക്കി മാറ്റും. അത് കമ്മ്യൂണിസത്തിനെതിരാണ്, സാമാന്യ മര്യാദയ്ക്കെതിരാണ്, ഇയാൾ ചെയ്ത സത്യപ്രതിജ്ഞയ്ക്കെതിരാണ്. അതുകൊണ്ട് ഇയാൾ സാമൂഹ്യദ്രോഹത്തിന് കൂട്ടുനിൽക്കുന്നെന്ന് ഞങ്ങൾ പറയും. മാത്രമല്ല, കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കും മതിയായിട്ട് അത് വിദേശത്തേക്ക് കയറ്റിയേക്കണമെന്ന് പറയാം. എന്നിട്ട് ഏറ്റവും വലിയ കൊള്ളരുതാത്ത ഒരു മദ്യമുതലാളിയെ, കള്ളനായ മദ്യമുതലാളിയെ, അയാൾ വല്ലാത്ത വിവാദ നായകനാണ്. അയാളെ രഹസ്യമായി കേരളത്തിൽ കൊണ്ടുവന്ന് ഒരു ഡിസ്റ്റിലറി ഉണ്ടാക്കേണ്ട തകൃതിയിലാണ് പാലക്കാട്. ഇതൊക്കെ ഒരു മന്ത്രിസ്ഥാനത്തിന് പറ്റുമോ? ഒരു കള്ളുകുടിയും പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ. വെള്ളം അടിച്ചിട്ടാണ്. ഇത് സമൂഹത്തെ നന്നാക്കണ്ട, യുവജന സമൂഹത്തെ നന്നാക്കേണ്ട ചെറുപ്പക്കാരനായി പറയുന്നു. ഏതായാലും അത് കൃത്യമായ ഒരു വിലയിരുത്തലാണ്. നിങ്ങൾ വിശ്വാസികൾ നിങ്ങൾ വിശ്വാസികൾ ഇറങ്ങണമെന്ന് പറയുന്നത് ഇസ്ലാമിനെ പറ്റിയാണോ എന്നാണ് അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. അതെങ്ങനെയാ? വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ദൈവവിശ്വാസമുള്ളവർ. ഈ പ്രപഞ്ചത്തിൻ്റെ സർവ ചൈതന്യത്തിൻ്റെ സമാഹൃത ശബ്ദമാണ് ദൈവം. ഇപ്പം ഇസ്ലാമിനറിയാം, അള്ളാഹു ഒരു മനുഷ്യന് ജീവൻ എന്ന പോലെ പ്രപഞ്ചത്തിൻ്റെ ജീവനാണ് അള്ളാഹു. അത് ഇസ്ലാമിൻ്റെ ഭാഷ അള്ളാഹു. അതേപോലെ തന്നെ ഏകം സത്ത് എന്ന് ഹിന്ദു പഠിപ്പിച്ചു. എല്ലാം ഒന്നാണ്, പരമാർത്ഥ ചൈതന്യമാണ്.
അതുപോലെ തന്നെ അഹം ബ്രഹ്മാസ്മി, ഇപ്പം ശബരിമലയ്ക്ക് പോകുന്നവർ വായിക്കുമല്ലോ തത്വമസി, ഞാൻ ബ്രഹ്മമാകുന്നത് നീ തന്നെ ആകുന്നു. അങ്ങനെ എൻ്റെ ഛായയിലും രൂപത്തിലുമാണ് ഞാൻ നിന്നെ പ്രതിഷ്ഠിച്ചത് യഹോവ പറയാ മനുഷ്യനോട്. അപ്പോൾ ഈ ഒരു ദൈവത്തിലുള്ള ഏകതാബോധമുള്ളവനെയാണ് വിശ്വാസി എന്ന് പറയുന്നത്. ആ വിശ്വാസികൾ ഒരുമിച്ച് തിന്മകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 മതങ്ങളിൽ, ആ വിശ്വാസികൾ ഒരുമിച്ച് ഇറങ്ങണം. പിന്നെ ഇസ്ലാമിനെ എന്ന് തോന്നുന്നത് മലപ്പുറത്ത് ഏറിയ കൂറ് ഇസ്ലാമല്ലേ, 50 ലക്ഷം ജനങ്ങളിലെ മലപ്പുറത്ത്, അതിൽ 10-22% മറ്റു ആളുകളുള്ളൂ, ബാക്കി ഇസ്ലാമല്ലേ. മലപ്പുറത്ത് നിന്ന് ഞാൻ ദീനും ഖുർആനും റസൂലിന്റെ ഹദീസും ഒക്കെ പറയുന്നതിന്റെ കാര്യം അത് ഇസ്ലാമിനെ കണക്കാക്കി തന്നെയാണ്. പക്ഷേ മറ്റുള്ള ആളുകളിൽ മുൻപിൽ നിൽക്കണ്ടേ. മാത്രവുമല്ല ഇസ്ലാം അള്ളാഹുവിൻ്റെ ഒരു വാചകമുണ്ടല്ലോ ആലു ഇമ്രാനിൽ, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ള ഒരു സമുദായം നിങ്ങളാൽ ഉണ്ടാകുമാറാകട്ടെ. ഏറ്റവും വലിയ തിന്മകളുടെ കൂട്ടത്തിലല്ലേ റസൂൽ മദ്യത്തിനെതിരെ പറഞ്ഞത്. അതുകൊണ്ട് മലപ്പുറം തന്നെ മാതൃക കാണിക്കണം. മലപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മാതൃകയല്ലേ, മലപ്പുറം ഒരുപാട് പരിഷ്കാരത്തിന്റെ മാതൃകയല്ലേ, മലപ്പുറം മതസൗഹാർദ്ദത്തിന്റെ മാതൃകയല്ലേ. അതുകൊണ്ട് മലപ്പുറം വിശേഷിച്ച് ഇസ്ലാം സമൂഹം മുന്നിട്ടിറങ്ങണം ഈ തിന്മയ്ക്കെതിരെ. എന്നാൽ ഞാനും ഇറങ്ങണമല്ലോ എന്ന് ഹിന്ദുവിന് തോന്നും, ഞാനും ഇറങ്ങണമല്ലോ എന്ന് ക്രിസ്ത്യാനിക്ക് തോന്നും. അപ്പം ഗംഭീരൊരു മുന്നേറ്റമാകും. എന്തിന്? ദീനിന്റെ രക്ഷ, ധർമ്മത്തിന്റെ രക്ഷ, ആത്മാവിന്റെ മാർഗത്തിന്റെ രക്ഷ, 3 മതങ്ങളുടെ. അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഓക്കെ. ഇസ്ലാമിൽ ഏതെങ്കിലും വിഭാഗം ഈ സമരത്തോടൊപ്പം നിലകൊള്ളുമെന്ന് കരുതുന്നുണ്ടോ? നല്ല ചോദ്യമാണ്. കഴിഞ്ഞ ഞങ്ങളുടെ സമരത്തിൽ ഇസ്ലാമിലെ എല്ലാ വിഭാഗങ്ങളും വിഭാഗീയതയ്ക്ക് അതീതമായി സഹകരിച്ചിട്ടുണ്ട്. ഈ കൊല്ലത്തിൽ അതിന് ചെറിയ കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും വിഭാഗം വരുമെന്ന് കരുതുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എല്ലാ വിഭാഗവും വരുമെന്ന എൻ്റെ വിശ്വാസം. പക്ഷേ ചില വിഭാഗങ്ങളിൽ എനിക്ക് അമിത പ്രതീക്ഷയുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം അങ്ങനെ കാണുന്നില്ല എന്നുള്ളത് എനിക്ക് കാണില്ല എന്നല്ല, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ പിന്തുണ കാണാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളെ ഇസ്ലാം നേതാക്കളെ സമീപിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ? എല്ലാ നേതാക്കളെയും സമീപിച്ചിട്ടുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സമരമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പിന്തുണ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് പ്രതീക്ഷയുണ്ട്. തീർച്ചയായും. ആരൊക്കെയാണ് ഇപ്പോൾ കേരള മദ്യനിരോധന സമിതിയുടെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്? പ്രധാന നേതാക്കൾ പദവി കൊണ്ട് പ്രസിഡന്റാണല്ലോ, അത് ഞാൻ ഒരു 10-45 വർഷമായി. അതായത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ നേതൃദാരിദ്ര്യം വന്നപ്പോൾ ഞാൻ സംസ്ഥാന പ്രവർത്തനത്തിനായി BRS എടുത്ത് കുറച്ച് കാലം. പിന്നെ 45 വർഷത്തിൽ BRS എടുത്തതിന് ശേഷം പൂർണ്ണമായി ഈ രംഗത്താണ്. ഞാനൊരു UP സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപകനാണ്. പിന്നെ എൻ്റെ ഭാര്യ ഒരു സ്കൂളിൽ HM-ആയിരുന്നു. അവള് HM-ആയതുകൊണ്ട് വേറെ വിഷയം പഠിപ്പിക്കേണ്ടി വന്നില്ല. പിന്നെ ഞങ്ങൾക്കുള്ള പ്രധാന ഒരു നേതാവാണ് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കൽ, ഡോക്ടറേറ്റുള്ള ഒരു പ്രൊഫസർ. 30 വർഷം ഒരു പ്രസിദ്ധമായ നിർമ്മല കോളേജിൽ മലയാള അധ്യാപകൻ. പിന്നെ ഞങ്ങൾക്ക് അതുപോലെ തന്നെ തുല്യനായ സമശീർഷനും സമശക്തനുമായ ഒരു നേതാവാണ് പ്രൊഫസർ TM രവീന്ദ്രൻ. അദ്ദേഹമാണ് ഞങ്ങളുടെ സംസ്ഥാന കോർഡിനേറ്റർ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ പ്രൊഫസർ OJ ചിന്നമ്മ, മദ്യനിരോധന മഹിളാ വേദിയുടെ സംസ്ഥാന പ്രസിഡന്റ്. അവരും സംസ്കൃതത്തിലായിരുന്നു അവർ പഠിപ്പിച്ചത്, മലബാർ ക്രിസ്ത്യൻ കോളേജ്. പിന്നെ ഞങ്ങൾക്ക് തൊട്ട് താഴെ എന്നല്ല, തൊട്ട് അടുത്ത് നിൽക്കുന്ന മറ്റ് കുറേ നേതാക്കളുണ്ട് എല്ലാ ജില്ലകളിലും. ഓക്കെ. ഇവിടെ മലപ്പുറത്ത് പിന്നെ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കളെ കുറിച്ചിട്ട് 2 വാക്ക് ആരൊക്കെയാണ്? മലപ്പുറത്ത് അത് പറയാം. മലപ്പുറത്ത് ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2 ജില്ലകളാണ് ഇപ്പോൾ മലപ്പുറവും കോഴിക്കോട്. മലപ്പുറത്ത് ഞങ്ങളുടെ പ്രസിഡന്റ് കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് അവர்களാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മകുശലതയിലാണ് ഇതിപ്പോൾ ഇങ്ങനെ പ്രവർത്തി ഉന്മുഖമായി ചലിച്ചുകൊണ്ടിരിക്കുന്നത്. മജീദ് മാടമ്പാട്ട്. പിന്നെ സെക്രട്ടറി ആയിട്ട് ഒരു അധ്യാപകനുണ്ട്, ഉദയകുമാർ മാസ്റ്റർ. അദ്ദേഹം കൊണ്ടോട്ടിക്കാരനാണ്. ട്രഷററായിട്ട് ഞങ്ങൾക്കുള്ളത് അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന ഖദീജ നർഗീസ്. അവർ ഒരു ഇസ്ലാമിക സ്ത്രീ വിഭാഗത്തിന്റെ നേത്രിയായിരുന്നു. അതായത് പിന്നെ KNM-ന്റെ വനിതാ വിഭാഗത്തിന്റെ നേത്രിയായിരുന്നു. ഈ 4 ആളാണ് നമുക്ക്
മലപ്പുറത്തുള്ള, പിന്നെ അതിൻ്റെ ട്രഷറർ കുഞ്ഞു മുഹമ്മദാണ്, അദ്ദേഹം ഇവിടെയാണ് പരപ്പനങ്ങാടി. ഇതാണ് പ്രധാനമായും നേതൃത്വം, ഇവിടെ നേതൃത്വം നൽകുന്നത്. എന്തുകൊണ്ട് എല്ലാ ജില്ലകളിലും ഇങ്ങനെ ഒരു സമരം നടക്കുന്നില്ല എന്നതാണ് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്. അതൊരു ചോദ്യം ചോദിക്കേണ്ടതാണ്. കേരളത്തിൽ പ്രധാനമായും കാണുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ജില്ലകളിലും എല്ലാ സ്റ്റേറ്റുകളിലും ഇല്ലല്ലോ. അതല്ല മറുപടി. ഞങ്ങൾക്ക് പ്രധാനമായും ശക്തി ഉള്ളത് മലപ്പുറം, കോഴിക്കോട്, അതുപോലെ തന്നെ ഏതാണ്ട് തൊട്ടടുത്ത് നിൽക്കുകയാണ് കണ്ണൂർ, തൃശ്ശൂർ, ആലപ്പുഴ, 5 ജില്ലകൾ. അതൊരു എ ഗ്രേഡ് ജില്ലകളെന്ന് ഇപ്പം പറയാം. പിന്നെ തൊട്ടടുത്തുള്ള ജില്ലയാണ് പാലക്കാട്, അതുപോലെ കാസർഗോഡ്, പിന്നെ പാലക്കാട്, കാസർഗോഡ്, പിന്നെ എവിടെയാണ് അങ്ങനെ പാലക്കാട്, കാസർഗോഡ്, പിന്നെ പാലക്കാട്, ഈ 2 ജില്ലകളാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. എന്ത് ബി ഗ്രേഡ് ജില്ല? വയനാട് ബി ഗ്രേഡ് ജില്ല. പിന്നെ ഉള്ളതൊക്കെ സി ഗ്രേഡിലാണ് ബാക്കി ജില്ല. അതുകൊണ്ട് അവിടെയൊന്നും ഈ സമര സംഘാടനത്തിന് ആളുകളെ സമാഹരിക്കാൻ സാധിക്കാത്ത പ്രദേശങ്ങളാണ്. രണ്ടാമതുള്ളത് ഞാൻ പറഞ്ഞു തൃശ്ശൂരാണ്. അവിടെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഭൂരിപക്ഷം. മതവിശ്വാസികൾക്ക് മാത്രമേ ഈ മാനവികതയിൽ ഇക്കാര്യം വരൂ. തീർച്ചയായും. എന്നാൽ ഈ സമരം കൃത്യമായി നടക്കേണ്ടത് തലസ്ഥാനത്തല്ലേ? അതിനെക്കുറിച്ചിട്ട് പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താ? തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത്. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. അന്ന് ഗാന്ധിജിയോട് ആരും ചോദിച്ചിട്ടുണ്ടാവില്ല നമുക്ക് ഈ സമരം നടത്തേണ്ടത് ഡൽഹിയിലല്ലേ. ഗാന്ധി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ ഒരു കടപ്പുറത്തല്ലേ. അതിന്റെ കാരണം എന്താ? ഡൽഹി കടലില്ലല്ലോ. അതുപോലെ തിരുവനന്തപുരം എന്ന തലസ്ഥാനത്ത് ഞങ്ങൾക്ക് കടലില്ല എന്ന് പറഞ്ഞാൽ സമരം നടത്താനുള്ള സൗകര്യം കുറവാണ്. അതുകൊണ്ട് ഇവിടെ നടത്തുന്നത്. ഏതായാലും കൃത്യമായി തന്നെ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ, കൃത്യമായി തന്നെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ അവർ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഒരു സമരമുഖം, ഒരു സത്യാഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ 838 ദിനം ആയ ഏതാണ്ട് 2-2.5 വർഷത്തോളമായ ഒരു സത്യാഗ്രഹം, അതും ഒരേ പന്തലിൽ മലപ്പുറം കലക്ട്രേറ്റ് പടിക്കൽ ഇങ്ങനെ ഒരു സമരം നടക്കുന്നു എന്ന് വെക്കുമ്പോൾ കൃത്യമായി നമ്മളൊക്കെ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കൃത്യമായി, ഞാൻ കഴിഞ്ഞ ദിവസം വന്നത് ഇവിടെ നമ്മുടെ തൊഴിൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് 4 കോഡുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമരത്തിലാണ് വന്നത്. ആ സമരത്തിൽ വന്നപ്പോഴാണ് കൃത്യമായി തന്നെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഈ സമരപന്തൽ ഞാൻ മുൻപേ കണ്ടിട്ടുണ്ട്, എങ്കിൽ കൂടി നേരിട്ട് അന്നാണ് ഞാൻ സന്ദർശിച്ചത്. അന്ന് തന്നെ വലിയ ഒരു ബഹുമാനവും അതുപോലെ തന്നെ സ്വീകരണവും എനിക്ക് നൽകി ഈ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ അവരുടെ ലഘുലേഖയിലേക്ക് കൈമാറി. ഏതായാലും അത് കഴിഞ്ഞ് പ്രത്യേകമായി തന്നെ എൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങി പ്രിയപ്പെട്ട പ്രസിഡന്റ് നമുക്ക് കുറച്ച് സമയം അനുവദിച്ചാണ് ഇതിൻ്റെ വിഷയമായി കൃത്യമായി ബന്ധപ്പെട്ട് ഈ കേരള മദ്യനിരോധന സമിതി നടത്തുന്ന ഈ അനിശ്ചിതകാല സത്യാഗ്രഹം ഏതിന് അത് സമൂഹ നന്മക്ക് എത്രത്തോളം ഗുണം ചെയ്യും, എല്ലാ മേഖലയിലും അത് എത്തിപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളെ നിരാകരിക്കുന്ന ഈ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള സമരം, അതോടൊപ്പം തന്നെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് പ്രത്യേകിച്ച് മതസമൂഹത്തിലുള്ള ഇവിടെ ജീവിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഇതുപോലുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, ഇതുപോലുള്ള സമര മുഖത്ത് നിൽക്കുന്ന, ഇതുപോലുള്ള സത്യാഗ്രഹ സമരങ്ങളിൽ ഉള്ള പ്രിയപ്പെട്ട ഇതുപോലുള്ളവരെ നമ്മൾ പിന്തുണക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും അവർക്ക് വേണ്ട ആവശ്യാനുസരണ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ നമ്മുടെ കേരളീയ സമൂഹത്തിന് നല്ലൊരു ഉന്നമനം തന്നെ ഈ ഒരു ലഹരി അതുപോലെ തന്നെ മദ്യവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ അഭിമുഖത്തിൽ എനിക്ക് കൃത്യമായി ഈ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ അവர்களுമായിട്ട് ഇടപഴകിയപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഹിന്ദുവിനെക്കുറിച്ചും മുസൽമാനെക്കുറിച്ചും ക്രൈസ്തവനെക്കുറിച്ചും
അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും അതുപോലെ തന്നെ ബൈബിളിനെ കുറിച്ചുമൊക്കെ കൃത്യമായി ഗ്രഹണമായ പഠനം നടത്തി കൃത്യമായി ആ മേഖലയിലൊക്കെ കടന്നു ചെന്നുകൊണ്ട് ആ മേഖലയിലേക്കൊക്കെ എത്തിപ്പെട്ടുകൊണ്ട് ആ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സമൂഹത്തിന്മക്ക് വേണ്ടി ഉള്ള ഈ ഒരു ലഹരിക്കെതിരെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി ശകലങ്ങളെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിലെയും അതുപോലെ തന്നെ ഭഗവത്ഗീതയിലെയും ബൈബിളിലെയും ശകലങ്ങളെടുത്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് ഈ കവിതകളൊക്കെ ആലപിച്ചുകൊണ്ട് കൃത്യമായി തന്നെ എല്ലാവിധ മത ഗ്രന്ഥങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും മതത്തിൽ നേതൃത്വം നൽകുന്നവരെക്കുറിച്ചൊക്കെ കൃത്യമായി പഠനം നടത്തി നേതൃത്വം നൽകുന്ന ഒരു നേതാവ് എന്നുള്ള നിലക്ക് നിങ്ങളുടെ സമരം കൃത്യമായും ജനങ്ങളുടെ മുന്നിലേക്ക് ഓരോ കേരളീയ മനുഷ്യനും കൃത്യമായിട്ടും മതവിശ്വസിക്കുന്നതും അതല്ലാത്തവരുമായ അതുപോലെ തന്നെ പ്രത്യേകിച്ച് യുവതലമുറ വളർന്നു വരുന്ന യുവതലമുറയ്ക്കൊക്കെ മാതൃകയാക്കേണ്ട ഒരു പ്രവർത്തനമാണ് താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സമരമുഖത്തെ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി സംസ്ഥാന മഹിളാവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പത്മിനി ടീച്ചറടക്കമുള്ളവർ ഈ സമരമുഖത്തുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഏതായാലും കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ഞാൻ ജില്ലാ ഭാരവാഹികളെയും അതുപോലെ തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തിയിരുന്നു. ഏതായാലും കൃത്യമായി തന്നെ ഇതിന് മുന്നോട്ട് പോകുന്ന ഈ ഒരു സമരമുഖത്തിരിക്കുന്ന പ്രിയപ്പെട്ട പ്രസിഡൻറ്റിനെ ഇന്നത്തെ കുറച്ച് സമയം എനിക്ക് അനുവദിച്ചതിന് ഈ കേരളീയ സമൂഹത്തിന് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് ഏറ്റവും അത്യാവശ്യമായ രീതിയിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാനൊക്കെ ശ്രമിക്കാൻ കുറച്ച് സമയം കണ്ടെത്തിയതിന് പ്രിയപ്പെട്ട പ്രസിഡൻറ്റിന് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ ഭാഷയിൽ ഞാൻ കടമെടുത്ത് പറഞ്ഞാൽ ഈ ഒരു സമരത്തിന് കൃത്യമായി എല്ലാ വിഭാഗങ്ങളുടെയും പൂർണ്ണമായ പിന്തുണ ഇതിന് അത്യാവശ്യമാണ്. കേരളീയ സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. അത് കൃത്യമായി അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് കൂടി ഈ സമയത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ട ജനസമൂഹത്തോടെ കേരളീയ സമൂഹത്തോട് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രസിഡൻറ്റിന് എല്ലാവിധ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്തെങ്കിലും അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ പണ്ട് 953 ദിവസം ഇവിടെ സമരം നടത്തി. അതിന്റെ ഫലമായിട്ടാണ് പണ്ട് നായനാർ അട്ടിമറിച്ച നിയമം തിരിച്ചു കിട്ടിയത്. അത് വീണ്ടും ഞങ്ങൾ തിരിച്ചു കിട്ടി സമൂഹത്തിന് കൊടുത്തു. അത് വീണ്ടും നമ്മളെ ഈ മന്ത്രി ജലീൽ അട്ടിമറിച്ചതാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റുകാരും DYFIക്കാരും തന്നെ ഈ സമരത്തിന് മുമ്പിൽ നിൽക്കണം. കാരണം എന്താ, സമൂഹത്തിൻ്റെ ഏറ്റവും ഭദ്രമായ ജീവിതം അവർ സ്വപ്നം കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിദരിദ്രത്തില്ലാത്ത ഒരു സമൂഹം അവർ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ദരിദ്രം ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ട കാരണം വീട്ടിലെ പുരുഷൻ്റെ മദ്യപാനമാണ്. അത് തടയാതെ വീണ്ടും കുറേ ആളുകളെ ദരിദ്രരാക്കുക, എന്നിട്ട് അതിദരിദ്ര മുക്തി പ്രഖ്യാപിക്കുക, ഇതൊക്കെ വ്യർത്ഥമാണ്. ഇന്നത്തെ നമ്മുടെ ഈ അഭിമുഖത്തെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? താങ്കളുടെ ആ ശ്രമം നന്നായി, താങ്കൾ നൽകിയ പരിഗണന നന്നായി. അതൊക്കെ വേണ്ട പോലെ നമ്മുടെ സമൂഹം ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ പര്യവസാനിക്കുകയാണ്. ഞാൻ ആ സമരപ്പന്തലിൽ നിങ്ങൾക്ക് കാണിക്കുകയാണ്. പ്രിയപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച മഹിളാവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മിനി ടീച്ചർ അടക്കമുള്ളവർ ഇന്ന് നമ്മളെ ഒരുപാട് സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് സമയം അതിക്രമിച്ചതുകൊണ്ട് ഇന്നത്തെ സമരപ്പന്തലിൽ കൂടുതൽ ആളുകൾ കുറവാണ്. ഏതായാലും നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്നവരും നമ്മളെ ശ്രമിക്കുന്നവരും നമ്മുടെ വീഡിയോ ശ്രദ്ധിക്കുന്നവരൊക്കെ കൃത്യമായി നിങ്ങൾ മലപ്പുറത്ത് എത്തുമ്പോൾ ഈ സമരപ്പന്തൽ സന്ദർശിച്ച് പ്രിയപ്പെട്ട പ്രസിഡൻറ്റിനോടും അതുപോലെ തന്നെ സഹധർമ്മിണിയോടും ഒക്കെ കൃത്യമായ കുശലാന്വേഷണങ്ങൾ നടത്തി ഈ സത്യാഗ്രഹ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കണം. നിങ്ങളുടേതായ പിന്തുണയും സഹായവും നൽകണമെന്ന് കൂടി സമയത്ത് നടത്തിക്കൊണ്ട് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് സംവദിക്കാൻ പ്രിയപ്പെട്ട പ്രസിഡൻറ്റിന് ഈ ഒരു അവസരമാണ് അദ്ദേഹം. എങ്കിൽ കൂടി നമ്മുടെ ഈ ഒരു ഇതിൻ്റെ കൃത്യമായി അതിൻ്റെ ഒരു വിഷയം ഉന്നയിക്കുന്നൊരു വിഷയം എന്നുള്ള നിലക്ക് ഈ പ്രായത്തിലും അദ്ദേഹം അതിന് മുന്നോട്ട് വന്നു എന്നതിൽ അകമഴിഞ്ഞ പിന്തുണയും സഹായവും എല്ലാം നമ്മൾ വാഗ്ദാനം നൽകുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് സർവ്വവിധ പിന്തുണയും നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരിക്കൽ കൂടി സമയം അധികമായതുകൊണ്ടല്ല, 12:30 വരെയാണ് സത്യാഗ്രഹം. പിന്നെ അവർ പോയി താങ്കൾ വരുമെന്നുള്ളതാണ് ഞങ്ങൾ സത്യാഗ്രഹത്തിന് ശേഷിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കുന്നത് ഭാര്യയും ഭർത്താവ് മാത്രമേ ഇതിലുള്ളൂ. 12:30 വരെ രാവിലെ എത്ര മണിക്ക് തുടങ്ങും? രാവിലെ 9:30 തുടങ്ങി ഉച്ചക്ക് 12:30 വരെ കൃത്യമായി സമരപ്പന്തലിലുണ്ടാവും. ഞാനിപ്പോൾ ഒരു മണിക്ക് ശേഷമാണ് ഇവിടെ എത്തിയത്, അതുകൊണ്ടാണ് അവർ മാത്രമായിട്ടുള്ളത്.
ഏതായാലും വളരെ സന്തോഷം. അതുപോലെ സമരപ്പന്തലിൽ ഒരുപാട് മുദ്രാവാക്യങ്ങളും മറ്റുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ട്. ഏതായാലും ഇന്നത്തെ ദിനം നമ്മൾ മറക്കില്ല. വളരെ നന്ദിയോടെ ഈ ദിനം ഓർത്തെടുക്കുകയാണ്. ഓക്കെ, നന്ദി, നമസ്കാരം. പിന്നെ അപ്പോൾ ഓക്കെ. ഓക്കെ.